വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 1 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് വേസ് ആണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ളത്. റോഡ്സ് ഉണ്ട്, റെയിൽവേസ് ഉണ്ട്, എയർപോർട്ട്, ഹാർബർ, ടണൽസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് റോഡ് കൺസ്ട്രക്ഷൻ. മെയിനായിട്ട് റോഡ്സിൻ്റെ ഹിസ്റ്ററിയിലെന്ന് പറയുമ്പോൾ ഈ റോമൻകാരാണ് റോഡ് കണ്ടുപിടിച്ചത്, ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത്. കണ്ടുപിടിച്ചെന്നല്ല, ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത്. എംപയർ നോക്കുകയാണെങ്കിൽ അസ്രിയൻ എംപയർ ആണ്. അതുപോലെ തന്നെ പൈനേഴ്സ് ഓഫ് റോഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് റോമൻസ് ആണ്. ഫസ്റ്റ് റോമൻകാർ കൺസ്ട്രക്ട് ചെയ്ത റോഡിനെ പറയുന്ന പേരെന്ന് പറയുന്നത് ആപ്പിയൻ വേ എന്നാണ്. ആപ്പിയൻ വേ, ഫസ്റ്റ് റോഡ് കൺസ്ട്രക്റ്റഡ് ബൈ റോമൻസ്, ആപ്പിയൻ വേ. ഈ ആപ്പിയൻ വേയെ നമ്മൾ ക്യൂൻ ഓഫ് റോഡ് എന്നും പറയാറുണ്ട്. ആപ്പിയൻ വേയെ ക്യൂൻ ഓഫ് റോഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആപ്പിയൻ വേക്ക് ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ടായിരുന്നു. കാരണം ക്രോസ് ലോബ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ക്രോസ് ലോബ്സ് പ്രൊവൈഡ് ചെയ്തില്ല എങ്കിൽ ഡ്രെയിനേജിൻ്റെ ഇഷ്യൂസ്, ഈ റെയിൻ ഉണ്ടാകുന്ന സമയത്ത് ഡ്രെയിനേജിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ അൺഎക്കണോമിക്കലായിരുന്നു. കാരണം തിക്നെസ്സും കാര്യങ്ങളും അവിടെ യൂസ് ചെയ്ത സ്റ്റോൺസും എല്ലാം കൂടെ നോക്കുമ്പോൾ അത് അൺഎക്കണോമിക്കലായിരുന്നു ആപ്പിയൻ വേയുടെ കൺസ്ട്രക്ഷൻ. പിന്നെ ഇതിനെക്കാലം ഈ റോമൻ റോഡ്സ് കഴിഞ്ഞിട്ട് പിന്നെ വന്ന കുറച്ച് മോഡേൺ കൺസ്ട്രക്ഷനിൽ വരുന്നതാണ് ട്രെസാഗ്വേറ്റ്, മെറ്റ്കാഫ്, ടെൽഫോർഡ്, മെക്കാഡോ ഒക്കെ. അതിൽ ട്രെസാഗ്വേറ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ട്രെസാഗ്വേറ്റ് കൺസ്ട്രക്ഷനിലുള്ള തിക്നെസ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അവിടെ ക്രോസ് ലോപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബിയറിംഗ് കോഴ്സിലാണ് ക്രോസ് ലോപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അവിടെ കൊടുത്തിരിക്കുന്ന സ്ലോപ്പ് 1:45 ആണ്. അടുത്ത് പറയുന്നത് മെറ്റ്കാഫ് കൺസ്ട്രക്ഷൻ ആണ്. മെറ്റ്കാഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അധികം കാര്യങ്ങളോ റെക്കോർഡ്സോ ഒന്നുമില്ല. കാരണം പുള്ളി ബ്ലൈൻഡ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ റെക്കോർഡ്സ് ഒന്നും അവൈലബിൾ അല്ല. നെക്സ്റ്റ് ടെൽഫോർഡ് മെത്തേഡാണ്. ടെൽഫോർഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ തിക്നെസ് എന്ന് പറയുന്നത് സെൻറ്റർ പോർഷനിൽ 41 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ എഡ്ജസിൽ 35 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, എഡ്ജസ് കുറഞ്ഞും മേളിലത്തെ പോർഷൻ കുറച്ചൊന്ന് ടോപ്പ് ഹൈറ്റ് കൂടിയ രീതിയിലുമാണ് ഇരിക്കുന്നത്. അപ്പോൾ 35ഉം മറ്റ് സെൻറ്റർ വരുമ്പോഴത്തേക്കും 41 സെൻറ്റിമീറ്റർ ബേസ് ചെയ്താണ് വരുന്നത്. ഇത് നോക്കിയാൽ അറിയാം, ഇത് ചെറിയ ഒരു ഇത്രയില്ല, ഈ ഒരു ചെറിയ സെൻറ്റർ പോർഷനിൽ കുറച്ച് ഹൈറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ 41ഉം 35 സെൻറ്റിമീറ്ററും ആണ് വരുന്നത്. 35 എഡ്ജിലും 41 സെൻറ്റർ പോർഷൻ. നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ കാണുന്നത് അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി തിങ്ക് ചെയ്ത റോഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മെക്കാഡം കൺസ്ട്രക്ഷൻ ആണ്. ഫസ്റ്റ് റോഡ് കൺസ്ട്രക്ഷൻ ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് തിങ്കിങ്. ജോൺ മെക്കാഡം ആണ് ഈ ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്തത്. സോ ഫാദർ ഓഫ് മോഡേൺ റോഡ് കൺസ്ട്രക്ഷൻ എന്ന് ചോദിച്ചാലും അത് ജോൺ മെക്കാഡം ആണ്. അതുപോലെ ഇതിൻ്റെ മിനിമം റോഡിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. മിനിമം റോഡ് തിക്നെസ് 25 സെൻറ്റിമീറ്റർ. അതുപോലെ ക്രോസ് സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്രോസ് സ്ലോപ്പ് 1:36 ആണ് കൊടുത്തിട്ടുള്ളത്. മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്സ് ആണ്. വെതറിനെ ഡിപ്പെൻഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പെർമനന്റ് ബേസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ സർഫസ് ബേസ് ചെയ്തുണ്ട്. വെതർ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആൾ വെതർ റോഡ്സും ഫെയർ വെതർ റോഡ്സും ഉണ്ട്. എല്ലാ വെതറിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഓൾ വെതറും, അതുപോലെ ചില മഴയുള്ള സമയങ്ങളിൽ നമ്മൾ എംബാക്ക്മെന്റ് റോഡ്സ്, നമ്മുടെ എർത്തേൺ റോഡ്സ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അതിനെ ഫെയർ വെതർ റോഡ്സ് എന്നും പറയുന്നുണ്ട്. പെർമനന്റ് ബേസ് ചെയ്ത് പെർവ്ഡ് റോഡും ഉണ്ട്, അൺപെർവ്ഡ് റോഡും ഉണ്ട്. അതുപോലെ തന്നെ സർഫസ് ബേസ് ചെയ്ത് സർഫസ്ഡ് റോഡും ഉണ്ട്, അൺസർഫസ്ഡ് റോഡ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന റോഡ് പെർമനന്റ് കമ്പോണൻസ് ആണ്. സോ സബ് ഗ്രേഡ് ഉണ്ട്, സബ് ബേസ് കോഴ്സ്, ബിയറിംഗ് കോഴ്സ് അല്ലെങ്കിൽ സർഫസ് കോഴ്സ്. ഇത്രയാണ് മെയിനായിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ടാഗ് കോട്ട്, സീൽ കോട്ട്, പ്രൈം കോട്ട്, ഇത് മൂന്നും കൂടെ വരുന്നുണ്ട്. ഇതൊരു ഫ്ലെക്സിബിൾ പെർമനന്റ് ക്രോസ് സെക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ബേസ് പോർഷനിൽ വരുന്നത് സബ് ഗ്രേഡ് ആണ്. സബ് ഗ്രേഡ് എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ ഗ്രൗണ്ട് എടുക്കുകയാണെങ്കിൽ ആ ഗ്രൗണ്ടിൻ്റെ ഏറ്റവും ടോപ്പ്, നമ്മളിപ്പം റോഡ് സെറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ ഗ്രൗണ്ടിലെ ആദ്യത്തെ ആ ഒരു ടോപ്പ് പോർഷനെയാണ് നമ്മൾ സബ് ഗ്രേഡ് എന്ന് പറയുന്നത്. റോഡ് റെസ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന സബ് ഗ്രേഡ് പോർഷനിലാണ്. സഫിഷ്യൻറ്റ് സ്ട്രെങ്തും ഗുഡ് ഡ്രെയിനേജോട് കൂടിയായിരിക്കും നമ്മൾ സബ് ഗ്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പെർമനന്റ് ലെയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പെർമനന്റ് ലെയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ബേസിൽ കൊടുത്തിട്ടുള്ള സബ് ഗ്രേഡ്സ് ആയിരിക്കും.
ഓക്കെ, അടുത്ത് പറയുന്ന സബ് ബേസ് ആണ്. സബ് ബേസ് എന്ന് പറയുമ്പം സബ് ഗ്രേഡിന് തൊട്ട് മുകളിലാണ് വരുന്നത്. സബ് ഗ്രേഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബ് ബേസ് കൊടുക്കുന്നത്. ചീപ്പായിട്ടുള്ള മെറ്റീരിയൽസ് പോലെയുള്ള ആഷ്, ചീപ്പ് മെറ്റീരിയൽസ് പോലെയുള്ള ആഷ്, അതുപോലെ തന്നെ ഗ്രാവൽ, സ്റ്റെബിലൈസ്ഡ് സോയിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലെയർ ഫില്ല് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്രെയിനേജ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. മൂന്നാമത്തെ ലെയറാണ് ബേസ് കോഴ്സ് എന്ന് പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഫ്ലെക്സിബിൾ പെർമനൻ്റ് എടുക്കുകയാണെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ബേസ് കോഴ്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഗുഡ് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ വെൽ കോമ്പാക്റ്റഡ് ആയിട്ടുള്ള ബ്രോക്കൺ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബേസ് കോഴ്സ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ബിയറിംഗ് കോഴ്സിൻ്റെ തിക്നെസ് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റോഡിൻ്റെ ഒരു ഫൗണ്ടേഷനായിട്ട് ആക്ട് ചെയ്യുന്ന പോർഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ബേസ് കോഴ്സ് ആണ്. അതിലൊരു കുഷൻ പോലെയാണ് ബേസ് കോഴ്സ് ആക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ, നമ്മളിപ്പോൾ ബൈൻഡർ കോഴ്സ് എന്ന് പറയുമ്പം അത് ഇടയ്ക്ക് ബൈൻഡിങ് ബേസ് ചെയ്തിട്ടാണ് ബൈൻഡർ കോഴ്സ് വരുന്നത്. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് സർഫസ് കോഴ്സ് അല്ലെങ്കിൽ വിയറിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പിൽ, റോഡിൻ്റെ ഏറ്റവും ടോപ്പിലുള്ളതാണ് വിയറിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. സ്മൂത്ത് സർഫസ് ട്രാഫിക്കിന് വേണ്ടി കൊടുക്കുന്നത് വിയറിംഗ് കോഴ്സാണ്. അതുപോലെ വെള്ളം ഡ്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുകയുണ്ട്. അത് ഫ്ലെക്സിബിൾ പെർമനൻ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഫ്ലെക്സിബിൾ അല്ല, റിജിഡ് പെർമനൻ്റ് എടുക്കുകയാണെങ്കിൽ ഇത്രയും ലെയേഴ്സ് ഒന്നും കാണത്തില്ല. വെറും 3 ലെയേഴ്സ് ആയിരിക്കും നമുക്ക് നോർമലി റിജിഡ് പെർമനൻ്റിൽ വരുന്നത്. സോ ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ് ഗ്രേഡ് ഉണ്ട്, പിന്നെ ഉള്ള ബേസ് കോഴ്സ്, പിന്നെ ഉള്ളത് സിമൻറ്റ് അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ലാബാണ് വരുന്നത്. സിമൻറ്റ് കോൺക്രീറ്റ് സ്ലാബ് ആയിരിക്കും വരുന്നത്. ഇതാണ് റിജിഡ് പെർമനൻ്റിൽ വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക് 20 ഇയർ റോഡ് ഡെവലപ്മെൻറ്റ് പ്ലാൻ ആണ്. നമുക്ക് 3 പ്ലാൻസ് ആണ് പഠിക്കാനുള്ളത്. 20 ഇയർ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് നാഗ്പൂർ, ബോംബെ, ലക്നൗ പ്ലാന്. അതിൽ നാഗ്പൂർ പ്ലാനാണ് ഫസ്റ്റ് വരുന്നത്. നാഗ്പൂർ പ്ലാനിൻ്റെ ഇയർ എന്ന് പറയുന്നത് 1943 to 1963 ആണ്. പക്ഷേ ഇത് 20 ഇയർ കംപ്ലീറ്റ് ചെയ്തില്ല. 1961 ആയപ്പോഴേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 20 ഇയറിലാണ് വരുന്നത് പ്ലാന്. പക്ഷേ 1961 ആയപ്പോൾ തന്നെ അവർ കഴിഞ്ഞ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നാഗ്പൂർ റോഡ് പ്ലാൻ. അപ്പോൾ നാഗ്പൂർ റോഡ് പ്ലാനിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മളിനി നോക്കുന്നത്. നാഗ്പൂർ റോഡ് പ്ലാനിലാണ് നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ, മേജർ ഡിസ്ട്രിക്ട്, അതർ ഡിസ്ട്രിക്ട്, വില്ലേജ് റോഡ് എന്നുള്ള ക്ലാസിഫിക്കേഷൻസ് വന്നത്. അവരുടെ ടാർഗറ്റ് റോഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 60 കിലോമീറ്റർ റോഡ് ഡെൻസിറ്റി ആയിരുന്നു. അതുപോലെ തന്നെ ഇത് ഓക്കെ, അപ്പോൾ ഇതിൽ നാഗ്പൂരിൽ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അടുത്ത് പറയുന്നത് ബോംബെ റോഡ് പ്ലാൻ ആണ്. ബോംബെ റോഡ് പ്ലാൻ എന്ന് പറയുമ്പോൾ അത് വീണ്ടും 1961 മുതൽ സ്റ്റാർട്ട് ചെയ്ത് 1981 വരെ ആയിരുന്നു. അത് അടുത്ത 20 ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബോംബെ റോഡ് പ്ലാന്. അപ്പോൾ ഇതിൽ എക്സ്പ്രസ് വേ എന്ന് പറയുന്നത് കൊണ്ടുവന്നത്, എക്സ്പ്രസ് വേ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബോംബെ റോഡ് പ്ലാൻ ആണ്. ഫസ്റ്റ് എക്സ്പ്രസ് വേ എന്ന് പറയുന്നത് ബോംബെ ടു പൂനെ ആണ് വരുന്നത്. ഓക്കെ, ബോംബെ ടു പൂനെയാണ് ഫസ്റ്റ് എക്സ്പ്രസ് വേ വരുന്നത്. നെക്സ്റ്റ് ലക്നൗ റോഡ് പ്ലാൻ ആണ്. ലക്നൗ റോഡ് പ്ലാനിൽ അഗെയിൻ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് ലക്നൗ റോഡ് പ്ലാനിൽ പറയുന്നത്. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. പ്രൈമറിയിൽ പറയുമ്പോൾ എക്സ്പ്രസ് വേയും NH ഉണ്ട്. സെക്കൻഡറി സ്റ്റേറ്റ് ഹൈവേ, മേജർ ഡിസ്ട്രിക്ട്. ടെർഷ്യറിയിൽ വരുന്നത് അതർ ഡിസ്ട്രിക്ട്, വില്ലേജ് റോഡാണ് വരുന്നത്. ഇനി ഇതല്ലാതെ തന്നെ നമ്മൾ റോഡിനെ അല്ലാതെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആ ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ആദ്യം കണ്ടത്, വെതേർഡ്, ഫെയർ വെതേർഡ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മുടെ സർഫസ് ബേസ് ചെയ്തിട്ടൊക്കെയുള്ള കാര്യം പറഞ്ഞത്. ഇനി ആദ്യം പറയാത്ത 1-2 കാര്യങ്ങളൂടെ നമുക്കിനി പറയാനായിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ നാഷണൽ ഹൈവേ ഏതൊക്കെ, നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ, മേജർ ഡിസ്ട്രിക്ട്, മൈനർ ഡിസ്ട്രിക്ട്, ഇതിലുള്ള എക്സ്പ്രസ് വേ ഒഴികെ ബാക്കി എല്ലാം തന്നെ റൂറൽ റോഡിലാണ് വരുന്നത്. റൂറൽ റോഡ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ള അർബൻ റോഡിൽ ഏതൊക്കെ വരും എന്നാണ്. അപ്പോൾ ഇത്രയുമാണ് അർബൻ റോഡിൽ വരുന്നത്. അതുപോലെ തന്നെ എക്സ്പ്രസ് വേയുടെ ഇതിൽ വരുന്നുണ്ട്. അർബൻ റോഡിൽ എക്സ്പ്രസ് വേ കൂടെ വരുന്നുണ്ട്. അപ്പോൾ എക്സ്പ്രസ് വേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സുപ്പീരിയർ ക്ലാസ് റോഡാണ്. അതുപോലെ ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് വേ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ലോഡിങ് അൺലോഡിങ്ങും നമ്മുടെ എന്താണ് പെഡസ്ട്രിയൻസിൻ്റെ മൂവ്മെൻറ്റ്സിൻ്റെ എല്ലാം പ്രൊഹിബിറ്റ് ചെയ്യുന്നതാണ് എക്സ്പ്രസ് വേയിൽ. പിന്നെയുള്ളത് ആർട്ടീരിയൽ റോഡ്. ആർട്ടീരിയൽ റോഡ് എന്ന് പറയുമ്പോൾ 2 ബിസി പോയിന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ആർട്ടീരിയൽ റോഡ് എന്ന് പറയുന്നത്. സബ് ആർട്ടീരിയൽ റോഡ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു കണക്ട് ടു ബിസി പോയിന്റ്സ് ബട്ട് ഹാസ്
ലോവർ ട്രാഫിക് മൊബിലിറ്റി ദാൻ ആർട്ടീരിയൽ. നമ്മൾ ആർട്ടീരിയൽ റോഡിനെ അപേക്ഷിച്ച് രണ്ട് ബിസി പോയിന്റ്സ് ഒക്കെ തന്നെ, പക്ഷേ ഒരു ഷോർട്ട് കട്ട് വേ മെത്തേഡാണ്. രണ്ട് ബിസി പോയിന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാഫിക് കുറഞ്ഞ ഒരു സ്ഥലം, ട്രാഫിക് മൊബിലിറ്റി കുറഞ്ഞ സ്ഥലം എടുക്കുകയാണെങ്കിൽ അതാണ് സബ് ആർട്ടീരിയൽ റോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കളക്ടർ സ്ട്രീറ്റ് ആണ്. കളക്ടർ സ്ട്രീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ലോക്കൽ സ്ട്രീറ്റ് ടു ആർട്ടീരിയൽ അല്ലെങ്കിൽ സബ് ആർട്ടീരിയൽ റോഡിനെ കണക്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് പറയുന്നത്, കളക്ടർ സ്ട്രീറ്റ് പറയുന്നത്. ദെൻ ഫൈനലി ലോക്കൽ സ്ട്രീറ്റ് ആണ്. ലോക്കൽ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ റെസിഡൻഷ്യൽ ഏരിയ ബേസ് ചെയ്തിട്ടുള്ള റോഡാണ് ലോക്കൽ സ്ട്രീറ്റിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ അത് നോക്കാം. Arterial road, arterial and subarterials are street roads for through traffic on continuous route. Collector street provide access to arterial street. They collect traffic to and from local street. Local street provide access to abutting property. അപ്പോൾ ഒന്നുകൂടെ പറയാം, ആർട്ടീരിയൽ റോഡ് എന്ന് പറയുമ്പോൾ രണ്ട് ബിസി പോയിന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. സബ് ആർട്ടീരിയൽ ബിസി പോയിന്റ്സ് തന്നെ, പക്ഷേ ട്രാഫിക് മൊബിലിറ്റി കുറഞ്ഞ റോഡായിരിക്കും സബ് ആർട്ടീരിയൽ റോഡ്സ് എന്ന് പറയുന്നത്. കളക്ടർ റോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ലോക്കൽ സ്ട്രീറ്റ് ടു ആർട്ടീരിയൽ അല്ലെങ്കിൽ സബ് ആർട്ടീരിയൽ റോഡ്സ് കണക്ട് ചെയ്യുന്നതാണ്. ലോക്കൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ ഏരിയ ലൊക്കേറ്റ് ചെയ്ത് വരുന്നതാണ് ലോക്കൽ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഹൈവേ അലൈൻമെൻ്റ് ആണ്. ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റും ഉണ്ട്, വെർട്ടിക്കൽ അലൈൻമെൻറ്റും ഉണ്ട്. ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റിലാണ് സ്ട്രേറ്റ് പാത്ത്, ഹൊറിസോണ്ടൽ ഡീവിയേഷൻ കർവ്സ് ഒക്കെ വരുന്നത്. വെർട്ടിക്കൽ അലൈൻമെൻറ്റിൽ ഗ്രേഡിയൻറ്റ് ചേഞ്ചും വെർട്ടിക്കൽ കർവ്സും ഒക്കെയാണ് വരുന്നത്. ഇതിൽ ഹൈവേ അലൈൻമെൻറ്റിൻ്റെ ആവശ്യകത എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുക, മെയിൻ്റനൻസ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യണം, വെഹിക്കിൾ ഓപ്പറേഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുക, ആക്സിഡൻറ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുക. ദിസ് ഇസ് ദ നെസസിറ്റി ഓഫ് ഹൈവേ അലൈൻമെൻറ്റ്. ഇനി ഹൈവേ അലൈൻമെൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഷോർട്ട്, ഈസി, സേഫ് ആൻഡ് എക്കണോമിക്കൽ. നെക്സ്റ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഹൈവേ അലൈൻമെൻറ്റിൻ്റെ ഫാക്ടേഴ്സ് ഒബ്ലിഗേറ്ററി പോയിന്റ്, ട്രാഫിക്, ജോമെട്രിക് ഡിസൈൻ, എക്കോണമി, അതർ കൺസിഡറേഷൻസ്. ദീസ് ആർ ദി ഫാക്ടേഴ്സ് കൺട്രോളിങ് ഹൈവേ അലൈൻമെൻറ്റ്. അതിൽ തന്നെ ഒബ്ലിഗേറ്ററി പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്ലിഗേറ്ററി പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് കൺട്രോൾഡ് പോയിന്റ് ആണ്. അപ്പോൾ ആ രണ്ട് കൺട്രോൾഡ് പോയിന്റ് എന്ന് വെച്ചാൽ അത് രണ്ട് ടൈപ്പിലുണ്ട്. ഒന്ന് പോസിറ്റീവ് ഒബ്ലിഗേറ്ററി പോയിന്റും ഒന്ന് നെഗറ്റീവ് ഒബ്ലിഗേറ്ററി പോയിന്റാണ്. പോസിറ്റീവ് ഒബ്ലിഗേറ്ററി പോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കൺട്രോളിംഗ് പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ രണ്ട് കൺട്രോളിംഗ് പോയിന്റിലൂടെ വെഹിക്കിൾസ് പാസ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവും, വെഹിക്കിൾസ് പാസ് ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നെഗറ്റീവും ആയിരിക്കും. പക്ഷേ ചില സ്ഥലങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കൂടെ വെഹിക്കിൾ പോകണം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതാണ് പോസിറ്റീവ് ഒബ്ലിഗേറ്ററി പോയിന്റ്. ഇപ്പോൾ ചില മോണുമെന്റ്സ്, പാലസ് അതുപോലത്തെ സ്ഥലങ്ങളിലൊന്നും ടച്ച് ചെയ്യരുത് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് രണ്ട് കൺട്രോൾ പോയിന്റ്സ് കൊടുക്കുന്നുണ്ട്. സോ അതിനെയാണ് നമ്മൾ നെഗറ്റീവ് ഒബ്ലിഗേറ്ററി പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പോസിറ്റീവ് ഒബ്ലിഗേറ്ററി പോയിന്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാം, വായിക്കാം. പോയിന്റ്സ് ത്രൂ വിച്ച് അലൈൻമെന്റ് ഹാസ് ടു പാസ്. ഇമ്പോർട്ടൻറ്റ് ടൗൺസ് ഓർ സിറ്റീസ്, suitable location of bridge to cross a river, location of a mountain pass. Negative obligatory point, points through which alignment should not pass. Historical monuments, religious building, costly buildings, marshy lands, etc. ഓക്കെ, അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒബ്ലിഗേറ്ററി പോയിന്റ്സ്. Points through which the alignment should pass, point through which the alignment should not pass. First one positive obligatory point, രണ്ടാമത്തേത് നെഗറ്റീവ് ഒബ്ലിഗേറ്ററി പോയിന്റ്. നെക്സ്റ്റ് ജോമെട്രിക് ഡിസൈനിൻ്റെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ അടുത്ത് നോക്കുന്ന മെയിൻ ടോപ്പിക് ഹൈവേ ജോമെട്രിക് ഡിസൈൻ ആണ്. ഈ ജോമെട്രിക് ഡിസൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു വിസിബിൾ ആയിട്ടുള്ള ഹൈവേയിലുള്ള ഡിസൈൻ ഫീച്ചേഴ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത് ജോമെട്രിക് ഡിസൈൻ. അപ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ ഡിസൈൻ സ്പീഡ്, ടോപ്പോഗ്രഫി, ട്രാഫിക് ഫാക്ടേഴ്സ്, ഡിസൈൻ വോളിയം, എൻവയോൺമെൻറ്റൽ ആൻഡ് അതർ ഫാക്ടേഴ്സ് ആണ്. ദെൻ ടോപ്പോഗ്രഫി വരുമ്പോൾ കുറച്ച് ടെറൈൻ, ഓരോ ടെറൈനും ഓരോ ക്രോസ് സ്ലോപ്പും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ഡിസൈൻ സ്പീഡ് വരുന്ന സമയത്ത് നോർമലി ഇന്ത്യക്ക് വേണ്ടിയിട്ടൊരു ഡിസൈൻ സ്പീഡ്സ് ഉണ്ട്, നോർമലി ഒരു ബേസിക് വാല്യൂ ഉണ്ട്. അതുപോലെ ഓരോ ഏരിയയിൽ അതിനും ഓരോ സ്പീഡായിരിക്കും പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്ന ടോപ്പോഗ്രഫിയാണ്. ടോപ്പോഗ്രഫിയിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ അവിടെ കൊടുക്കുന്ന ക്രോസ് സ്ലോപ്പ് എന്ന് പറയുന്നത് 0 to 10% ആയിരിക്കും. അടുത്ത് ഒരു റോളിംഗ് ഏരിയ ആണ് വരുന്നതെങ്കിൽ 10 to 25% ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മൗണ്ടേനിയസ് ഏരിയ ആണ് എങ്കിൽ 25 to 60% ആണ് കൊടുക്കുന്നത്. ലാസ്റ്റ് സ്റ്റീപ്പായിട്ടുള്ള ഏരിയ, നല്ല സ്ലോപ്പുള്ളൊരു ഏരിയ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 60% ആണ്. ഒരു ഹില്ലി ടെറൈൻ ആണ് മൗണ്ടെയിനും സ്റ്റീപ്പും എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസൈൻ സ്പീഡാണ്. ജനറലി നമ്മുടെ റൂളിംഗ് ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്നത് ഒരു വാല്യൂ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ട്, കാരണം നോർമലി നമ്മൾ കൊടുക്കുന്നത് റൂളിംഗ് ഡിസൈൻ സ്പീഡാണ്. ഏതാണ്? റൂളിംഗ് ഡിസൈൻ
ഓക്കെ, റോളിംഗ് ഡിസൈൻ സ്പീഡ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് സംഭവം. റോളിംഗ് ഡിസൈൻ സ്പീഡ്സ് ആണ് നമ്മൾ നോർമലി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഓരോ റോഡിനും ഓരോ വാല്യൂ ആണ്. പറ്റുമെങ്കിൽ മാത്രം ഒന്ന് നോക്കി വെച്ചേക്കുക. ലാസ്റ്റ് സമയം പ്രിപ്പറേഷൻ ഇതൊന്നും നോക്കാൻ ചിലപ്പോൾ നമുക്ക് ഓർമ്മ നിൽക്കണമെന്നില്ല. അപ്പം ഡിസൈൻ സ്പീഡ് എന്താണ്, എങ്ങനെയാണെന്നുള്ള കാര്യം മാത്രം മെൻഷൻ ചെയ്താലും മതി. ഇനി ജോമെട്രിക് ഡിസൈനിൻ്റെ ക്രോസ് സെക്ഷൻ എലമെൻറ്റ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ കുറേ പോർഷൻസ് ഉണ്ട്. പെർമനന്റ് സർഫസ് ക്യാരക്ടറിസ്റ്റിക്, ക്രോസ് ലോബ്സ്, വിഡ്ത്ത്. ക്രോസ് ലോബ്സ് എന്ന് പറയുന്നത് ക്യാമ്പറാണ്. വിഡ്ത്ത് ഓഫ് പെർമനന്റ്, കർബ്, റോഡ് മാർജിൻ, വിഡ്ത്ത് ഓഫ് റോഡ് വേ, റൈറ്റ് ഓഫ് വേ, എക്സെട്ര. ഓക്കെ, അപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പേയ്മെൻറ്റ് സർഫസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിൽ ഫ്രിക്ഷൻ, പെർമനന്റ് അൺഇവൻനെസ്, ലൈറ്റ് റിഫ്ലക്റ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇതാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ പോർഷൻസ് ആണ് വരുന്നത്. അടുത്ത ക്രോസ് ലോപ്പാണ്. ക്രോസ് ലോപ്പിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് ക്യാമ്പർ. ഷേപ്പ് ഓഫ് ക്രോസ് ലോപ്പ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 3 ഷേപ്സ് ആണ് വരുന്നത്. പാരാബോളിക് ഉണ്ട്, സ്ട്രെയിറ്റ് ഉണ്ട്, കോമ്പിനേഷൻ ഉണ്ട്. ഈ 3 ടൈപ്പിലാണ് ക്യാമ്പർ ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ ക്യാമ്പർ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും സെൻറ്റർ പോസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിലുള്ള പോയിന്റ് നോക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്രൗൺ. ഓക്കെ, ഈ ഒരു ക്യാമ്പർ എന്ന് പറയുമ്പോൾ ഒരു കോൺവെക്സിറ്റി ക്യാരേജ് വേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെഹിക്കിൾ പോകുന്ന ഭാഗത്താണ് ക്യാരേജ് വേ. സോ അവിടെ ഒരു കോൺവെക്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ക്യാമ്പറാണ്. വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രോസ് ലോപ്പൊക്കെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് 1/n എന്നുള്ള രീതിക്കാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ n%. അതുപോലെ തന്നെ ക്യാമ്പറിൻ്റെ വാല്യൂവും ഓരോ സ്ഥലത്തിനനുസരിച്ച്, ഓരോ ടൈപ്പ് റോഡിനനുസരിച്ച് വ്യത്യാസമുണ്ട്. അത് ഇപ്പം ഹൈ ടൈപ്പ് ബിറ്റൂമിനസ് സർഫസ് ഒക്കെയാണ്, ഹെവി റെയിൻഫോൾ ഉള്ള സ്ഥലമാണെങ്കിൽ 1/50% ആയിരിക്കും വരുന്നത്. അത് ഹൈ ബിറ്റൂമിനസ് റോഡാണെങ്കിൽ, ഹൈ ടൈപ്പിലുള്ള ബിറ്റൂമിനസ് സർഫസ് ഉള്ള ഒരു റോഡാണെങ്കിൽ അവിടുത്തെ ഹൈ റെയിൻഫോൾ ഉള്ള സ്ഥലം അല്ലെങ്കിൽ ഹെവി റെയിൻഫോൾ ഉള്ള സ്ഥലത്ത് 1/50യും, റെയിൻഫോൾ കുറവാണെങ്കിൽ അവിടെ 1/60% ആയിരിക്കും ക്രോസ് ലോപ്പ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇത് ഹൈ ബിറ്റൂമിനാണ്. ഇനി തിൻ ബിറ്റൂമിനുള്ള സ്ഥലത്താണെങ്കിൽ ഹെവി ഉള്ള സ്ഥലത്ത് 1/40 ആയിരിക്കും, ലോ ഉള്ള സ്ഥലത്ത് 1/50 ആയിരിക്കും കൊടുക്കുന്നത്. അതുപോലെ വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡിലാണ് എങ്കിൽ 1/33 ആയിരിക്കും ഹെവി റെയിൻഫോൾ, ലോ റെയിൻഫോൾ ഉള്ളിടത്ത് 1/40 ആയിരിക്കും കൊടുക്കുന്നത്. എർത്തേൺ റോഡ് ഉള്ള സ്ഥലമാണെങ്കിൽ 1/25 ആയിരിക്കും ഹെവി, ലോ റെയിൻഫോൾ ആണെങ്കിൽ 1/33 ആയിരിക്കും വരുന്നത്. ഇത്രയും വാല്യൂം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു 3 ടൈപ്പാണ് എന്തുള്ളത്, ക്രോസ് ലോബ്സ് ഉള്ളതെന്ന് പറഞ്ഞ്. ഫസ്റ്റത്തേത് പാരാബോളിക്, രണ്ടാമത്തെ സ്ട്രെയിറ്റ് ലൈൻ ക്യാമ്പർ, മൂന്നാമത്തെ കോമ്പിനേഷൻ ഓർ സ്ട്രെയിറ്റ് ആൻഡ് പാരാബോളിക്. അപ്പോൾ ഇതിൽ പാരാബോളിക്കിനെ തന്നെ നമ്മൾ എലിപ്റ്റിക്കൽ അല്ലെങ്കിൽ ബാരൽ ക്യാമ്പർ എന്നൊക്കെ പറയാറുണ്ട്. ഇത് കൂടുതലും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഫാസ്റ്റ് മൂവിങ് വെഹിക്കിളിനാണ്. പാരാബോളിക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഫാസ്റ്റ് മൂവിങ് വെഹിക്കിളിനാണ്. അതുപോലെ ഇതിൻ്റെ ക്രൗണിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് W/2n ആണ്. ഓക്കെ, ഇക്വേഷൻ W/2n ആണ്. W വിഡ്ത്ത് ഓഫ് പെർമനന്റ് ആണ് വരുന്നത്, 1/n എന്ന് പറയുന്നത് ക്യാമ്പർ ആണ് വരുന്നത്. അതുപോലെ ഹെവി ഓക്കെ, റെയിൻഫോളിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അടുത്തത് സ്ട്രെയിറ്റ് ലൈൻ ക്യാമ്പറാണ്. സ്ട്രെയിറ്റ് ലൈൻ ക്യാമ്പറിനെ തന്നെ നമ്മൾ സ്റ്റോപ്ഡ് ക്യാമ്പർ എന്നൂടെ പറയുന്നുണ്ട്. സ്ലോ മൂവിങ് വെഹിക്കിളിനാണ്. അപ്പം സ്ട്രെയിറ്റ് സ്ലോ മൂവിങ് വെഹിക്കിളിനായിരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ളത്. കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പിലുള്ളതിനും യൂസ്ഫുൾ തന്നെയാണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് ക്യാരേജ് വേ. ക്യാരേജ് വേ എന്ന് പറയുന്നത് വെഹിക്കിൾസ് പാസ് ചെയ്ത് പോകുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ ക്യാരേജ് വേ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ആ പേയ്മെൻറ്റിൻ്റെ വിട്ട് വരുന്ന പോർഷനില്ലേ, സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാരേജ് വേ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാരേജ് വേ എന്ന് പറയുമ്പോൾ വെഹിക്കിൾസ് അല്ലെങ്കിൽ ട്രാഫിക് മെയിനായിട്ട് വരുന്നത് ആ ഒരു വെഹിക്കുലർ ട്രാഫിക് ഉള്ള പോർഷനെയാണ് നമ്മൾ ക്യാരേജ് വേ എന്ന് പറയുന്നത്. ഈ ക്യാരേജ് വേയിൽ തന്നെ IRC റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് വാല്യൂസ് കൂടെ നമ്മൾ പറയുന്നുണ്ട്. സിംഗിൾ ലൈൻ റോഡാണെങ്കിൽ 3.75ഉം, 2 ലൈൻ റോഡ് അത് കേർബ് ഉണ്ട് എങ്കിൽ, എന്താണ് കേർബ് എന്ന് നമ്മൾ പറയും, വിത്തൗട്ട് കേർബ് ആണെങ്കിൽ 7ഉം, വിത്ത് കേർബ് ആണെങ്കിൽ 7.5ഉം. ക്യാരേജ് വേ ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ 5.5, മൾട്ടി ലൈൻ ആണെങ്കിൽ 3.5 ആണ് വരുന്നത്. ഇതാണ് ക്യാരേജ് വേയിൽ പറയാനുള്ള. നെക്സ്റ്റ് ടേം മീഡിയൻ. മീഡിയൻ എന്ന് പറയുന്നത് നമ്മുടെ റോഡ്സ് കൺസ്ട്രക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് മെയിനായിട്ട് വെഹിക്കിൾസ് തമ്മിലുള്ള പരസ്പരം കൊളിഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീഡിയൻ പ്രൊവൈഡ് ചെയ്യുന്നത്. മിനിമം വിഡ്ത്ത് ഓഫ് മീഡിയൻ അതും IRC റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് 5 മീറ്റർ ആണ്. എന്നുവെച്ചാൽ മീഡിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡിവൈഡർ എന്ന് പറയുന്നതാണ് മീഡിയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അത് മിനിമം IRC റെക്കമെൻഡ് ചെയ്ത വാല്യൂ 5 മീറ്റർ ആണ്. ലോങ് ബ്രിഡ്ജസ് ഒക്കെ ആണെങ്കിൽ 1.2 മീറ്റർ ആണ്. അപ്പോൾ ഇത്രയാണ് മീഡിയയിൽ നമ്മൾ അറിയേണ്ടത്. അതുപോലെ ഫംഗ്ഷൻസ് ടു ചാനലൈസ് ദ ഫ്ലോ ഓഫ് ഇൻ്റർസെക്ഷൻ, സെപ്പറേറ്റ് ദ ക്രോസിംഗ് ആൻഡ് ടേണിംഗ് ഓഫ് ട്രാഫിക്, സെഗ്രിഗേറ്റ് ദ സ്ലോ ട്രാഫിക് ആൻഡ് പ്രൊട്ടക്ട് പെഡസ്ട്രിയൻ. ദെൻ ഇതിൻ്റെ മാർക്കിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫിസിക്കൽ ഡിവൈഡേഴ്സ് ആൻഡ് ഏരിയ സെപ്പറേറ്റേഴ്സ്. നെക്സ്റ്റ് ടേം കർവ്. കർവ് എന്ന് പറയുന്നത് നമ്മുടെ റോഡിൽ തന്നെ ഒരു ബൗണ്ടറി സ്റ്റോൺ പോലെ നമ്മൾ കാരേജ് വേയും ഷോൾഡറും ആയിട്ട് അതിൻ്റെ ആ കാരേജ് വേക്ക് ഷോൾഡറിന് ഇടയിൽ ഒരു ബൗണ്ടറി സ്റ്റോൺസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കർവ് എന്ന് പറയുന്നത്. അത് ഒന്നേ അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ കാരേജ് വേക്ക് ഫുട്പാത്തിന് ഇടയിലായിരിക്കും നമ്മൾ കർവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഈ ഒരു ഫിഗറിൽ കാണുന്നതാണ്, ഇതാണ് കർവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫുട്പാത്ത് കൊടുക്കാറുണ്ട്. ഫുട്പാത്ത് എന്ന് പറയുന്നത് മിനിമം വിഡ്ത്ത് 1.5 മീറ്റർ ആണ്. മിനിമം വിഡ്ത്ത് 1.5 മീറ്ററും സൈക്കിൾ ട്രാക്ക് കൊടുക്കുകയാണെങ്കിൽ മിനിമം വിഡ്ത്ത് 2 മീറ്ററും ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെയുള്ളൊരു ടേമാണ് ഷോൾഡർ. എന്താണ് ഷോൾഡർ എന്ന് നോക്കാം. നമ്മൾ എമർജൻസി ലൈൻ എന്നാണ് ഷോൾഡറിനെ പറയുന്നത്. കാരണം ഇപ്പം എന്തെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ ഒരു വെഹിക്കിൾ ഇപ്പം ഇപ്പോൾ ജസ്റ്റ് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് അത് നിന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് റോഡിൽ കിടക്കുകയാണെങ്കിൽ ഫുൾ ബ്ലോക്കാണ്. അപ്പോൾ ആ ഒരു വെഹിക്കിളിനെ നമുക്ക് ഈ പറയുന്ന എമർജൻസി ട്രാക്ക് അല്ലെങ്കിൽ ഈ ഒരു ഷോൾഡറിലോട്ട് നമുക്ക് മാറ്റി പാർക്ക് ചെയ്യാൻ പറ്റും. സോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോൾഡർ പൊതുവെ പ്രൊവൈഡ് ചെയ്യുന്നത്. അക്കോമഡേറ്റ് വെഹിക്കിൾസ് വിത്ത് റിക്വയർ ഇമ്മീഡിയറ്റ് റിപ്പേഴ്സ്. അതുപോലെ ഷോൾഡറിൻ്റെ IRC പ്രകാരമുള്ള മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 2.5 മീറ്റർ ആണ് വരുന്നത്. അവിടുത്തെ ക്രോസ് സ്ലോപ്പ് 3%. ഓക്കെ, അതുപോലെ നമ്മൾ പറഞ്ഞു ഫുട്പാത്തിൻ്റെ കാര്യം പറഞ്ഞു. എത്രയാണ് ഫുട്പാത്തിൻ്റെ കാര്യം പറഞ്ഞത്? 1.5 മീറ്റർ മിനിമം. അതുപോലെ തന്നെ സൈക്കിൾ ട്രാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും 2 മീറ്റർ ആണ് മിനിമം വരേണ്ടത്. മൾട്ടി ലൈൻ വരുന്ന സമയത്ത് 2 മീറ്ററിൻ്റെ അവിടെ ഓരോ മീറ്റർ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ ഗാർഡ് റെയിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഗാർഡ് റെയിൽ എന്ന് പറയുന്നത്. പൊതുവേ ഇതിൻ്റെ എംബാക്ക്മെൻറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്ററിനേക്കാളും കൂടുതലായിരിക്കണം. പ്രൊവൈഡഡ് വെൻ എംബാക്ക്മെൻറ്റ് ഹൈറ്റ് ഈസ് മോർ ദാൻ 3 മീറ്റർ. ഓക്കെ, എംബാക്ക്മെൻറ്റ് ഹൈറ്റ് 3 മീറ്ററിൻ്റെ ബേസിസിലാണ്, അതിനൊക്കെ കൂടുതലാണെങ്കിലാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി. ആ ഒരു ഹൈറ്റ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ മാത്രം നമുക്കിത് ചെയ്യേണ്ടതായിട്ട് ഉള്ളൂ. നെക്സ്റ്റ് ടേം ഫോർമേഷൻ വിഡ്ത്ത് ആണ്. ഫോർമേഷൻ വിഡ്ത്ത് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ റോഡ് വേ എന്ന് പറയുന്നത്. ഹൈവേ എംബാക്ക്മെൻറ്റിൻ്റെ ടോപ്പ് വിഡ്ത്ത് അതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഹൈവേ കട്ടിങ്ങിൻ്റെ ബോട്ടം വിഡ്ത്ത്. ഓക്കെ, ഹൈവേ എംബാക്ക്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പ് വിഡ്ത്ത്, അല്ലെങ്കിൽ ഹൈവേയുടെ കട്ടിങ് എടുത്താൽ അതിൻ്റെ ബോട്ടം വിഡ്ത്തിനെയാണ് നമ്മൾ ഫോർമേഷൻ വിഡ്ത്ത് എന്ന് അല്ലെങ്കിൽ റോഡ് വേ എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി സിമ്പിളായിട്ട് ഇതിലേക്കാളും സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത് കാരേജ് വേ പ്ലസ് ഷോൾഡർ എടുത്താൽ മതി. കാരേജ് വേ പ്ലസ് ഷോൾഡർ ആണ് എന്തെന്ന് പറയുന്നത് ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത്. അതിപ്പോൾ ഓരോന്നിനും ഓരോ വാല്യൂ ഉണ്ട്. ഓരോ NHനൊരു വാല്യൂ, മേജർ ഡിസ്ട്രിക്റ്റിനൊരു വാല്യൂ, അതൊരു ഡിസ്ട്രിക്റ്റിനൊരു വാല്യൂ. അത് ഈ ടേബിൾ ഒന്ന് നോക്കിയാൽ മതി, മനസ്സിൽ ഇരിക്കും എന്നുള്ളത് പഠിക്കാം. നെക്സ്റ്റ് റൈറ്റ് ഓഫ് വേ ആണ്. റൈറ്റ് ഓഫ് വേ ഈസ് അതർവൈസ് കാൾഡ് റോഡ് ലാൻഡ് ആണ്. ടോട്ടൽ ലാൻഡ്, നമ്മൾ റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് എടുക്കുന്ന ടോട്ടൽ ലാൻഡിനെയാണ് നമ്മൾ റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത്. ഫോർമേഷൻ വിഡ്ത്ത് പ്ലസ് റോഡ് മാർജിൻ ആണ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പം എന്താണ് ഫോർമേഷൻ, നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഫോർമേഷൻ വിഡ്ത്ത് പ്ലസ് റോഡ് മാർജിൻ. ഓക്കെ, റോഡ് മാർജിൻ അതിനെയാണ് റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത്. ഈ റൈറ്റ് ഓഫ് വേയെ തന്നെ നമ്മൾ ലാൻഡ് വിഡ്ത്ത് എന്നൂടെ പറയുന്നുണ്ട്. റൈറ്റ് ഓഫ് വേ ഈസ് ഓൾസോ നോൺ ആസ് ലാൻഡ് വിഡ്ത്ത്. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ റോഡ് ലാൻഡ്, റോഡ് മാർജിൻ, ഫോർമേഷൻ ഓഫ് റോഡ് വേ, ഷോൾഡർ എന്താണ്, കാരേജ് വേ എന്താണ്, ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും.